രാവിലെ ഇക്ക ഷോപ്പിലേക്കും ഋഷു സ്കൂളിലേക്കും പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇക്കാൻ്റെ അനിയൻ കൊണ്ടായിരിക്കാം കേട്ടോ സ്കൂട്ടി. ഓനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓല് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പം അവിടുന്ന് എണീക്കൂട്ടോ. കാരണം ഒരുപാട് ജോലികളുണ്ട്. ആദ്യം തന്നെ പാൽക്കുപ്പി സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ ഡോർ അടച്ചിട്ട് അകത്തേക്ക് പോയി. അപ്പം ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ. പിന്നെ വാതിൽ തുറന്ന് വീണ്ടും ക്യാമറ എടുത്തിട്ട് അകത്തേക്ക് തന്നെ പോകണം. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ആരാണ് ഷൂട്ട് ചെയ്ത് തരുന്നത് എന്ന്. ഓല് പോയി കഴിഞ്ഞാൽ ബെഡിൻ്റെ അവസ്ഥ എങ്ങനെയാവും കേട്ടോ. അപ്പോൾ ഡിസോർഡറായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഓർഡറാക്കി വെക്കലാണ് കേട്ടോ അടുത്ത പണി. അതായത് പെറുക്കുക. കുറേ സാധനങ്ങൾ ഋഷു ആണെങ്കിലും ഉക്കയാണെങ്കിലും ഇതിലേക്ക് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കും. ബെഡ്റൂമും അതുപോലെ ഡൈനിങ് ഹാളുമാണ് കേട്ടോ. ആകെ ഡർട്ടിയാക്കുക. അപ്പോൾ ടേബിളൊക്കെ തുടച്ച് വാഷ് ബേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ ഒരു വൃത്തിയാണല്ലോ. പിന്നെ കിച്ചണിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. ഭയങ്കര ദാഹമാണ്. അപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഫുഡ് കഴിച്ച പാത്രം പോലും എടുത്തു വെച്ചിട്ടില്ല. ഓലെ യാത്രയാക്കാൻ പോയതായിരുന്നല്ലോ. പാത്രമൊക്കെ അവിടുന്ന് മാറ്റി കിച്ചണും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത്. അതുപോലെ പാത്രം ഇവിടെ നിന്നാണ് കേട്ടോ കഴുകുക. അപ്പോൾ പാത്രം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. മറ്റേ കിച്ചണിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ. പിന്നെ മുറ്റടിച്ചു വരാൻ ഇറങ്ങിയതാണ് കേട്ടോ. മുറ്റത്ത് കട്ടിട്ടതുകൊണ്ട് ഇനിയിപ്പോൾ പുല്ല് പറിച്ച് കഷ്ടപ്പെടണ്ട കേട്ടോ. അങ്ങനെ ഒരു ഉപകാരം ഉണ്ട്. അപ്പോൾ മുറ്റൊക്കെ അടിച്ചുവരി കഴിഞ്ഞേക്ക് ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ആരെങ്കിലും വന്നാലും സിറ്റ് ഔട്ട് വൃത്തിയായി കിടന്നോളൂല്ലോ. അതൊക്കെ പിന്നെ ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ അടിച്ചു വാരി തുടക്കാറുള്ളൂ. രാവിലെ പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്ത് കയറി പിന്നെ പുറത്തിറങ്ങാറല്ല കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ സിറ്റ് ഔട്ട് അടിച്ചു തുടച്ചിടുന്നത്. അപ്പോൾ ഇനി കല്ലുമ്മ കുറച്ച് അലക്കാനുണ്ട്. ഋഷുവിൻ്റെ സോക്സ്, ഓൻ്റെ സ്കൂളിലേക്കും മദ്രസിലേക്കും ഒക്കെ ഇടുന്ന ഷർട്ട്, പിന്നെ മുണ്ടൊക്കെ കേട്ടോ. അതൊന്നും മെഷീനിൽ അലക്കിയ വൃത്തിയായിട്ട് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ എന്നും കല്ലുമ്മ കുറച്ച് അലക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഓൻ്റെ വൈറ്റ് ഷർട്ടൊന്ന് ഉജാലയൊക്കെ മുക്കിയിടുകയാണ്. ചുരിദാർ ഇട്ട് എങ്ങനെയാണ് വീട്ടുജോലി ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ. ചുരിദാർ ഇട്ടെന്ന് എഴുതി എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഷാളിട്ട് ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അത് വേണമല്ലോ. അതുപോലെ ഫുൾ കൈ ആവുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുപോലെ കയറ്റി വെച്ചാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യണം. വീട് മൊത്തത്തിൽ അടിച്ചു വാരി തുടക്കണം. ടോയ്ലറ്റ് കഴുകണം. എന്നും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി. എല്ലാവരെയും പോലെ തന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വർക്ക് ഏരിയ ക്ലീൻ ചെയ്തിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ ഇത്. ഇത്ര വരെ എത്താൻ ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ടു എന്താലേ.